ഹലോ അസ്സാം വലൈക്കും. എനിക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീടിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. 5/5/2004. അതാണ് ഞാൻ ജനിച്ച വർഷം, ദിവസം, മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് എത്ര വയസ്സായി എന്ന് വെച്ചാൽ, ഇപ്പോൾ ചെറിയ ചെറിയ വയസ്സായ കാരണം കൊണ്ട് പറയാൻ വലിയ പ്രശ്നമല്ല. ഇപ്പം എനിക്ക് 22 വയസ്സായി. അപ്പം എൻ്റെ ബർത്ത്ഡേ ആയ കാരണം കൊണ്ട് തന്നെ ഷിഫ്റ്റിന് ജോലിക്ക് ഞാൻ പോയി. കാരണം നമുക്ക് എത്ര ബർത്ത്ഡേ ആണെങ്കിലും എന്താണെങ്കിലും ജോലിക്ക് പോകണല്ലോ, അത് നിർബന്ധമാണ്. കാരണം ക്യാഷ് വേണം. അപ്പോൾ ഇന്നിൻ്റെ ബർത്ത്ഡേ ആണ് മെയ് 5-ാം തീയതി. ഞാൻ ചിലപ്പോൾ വീഡിയോ ഇടുന്നത് മെയ് 6-ാം തീയതി ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ എനിക്ക് ഉഷാറിൽ പറയണമെന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം ഞാൻ നീറ്റു. കാരണം എന്താ വെച്ചാൽ നിൻ്റെ ബർത്ത്ഡേ ആയ കാരണം കൊണ്ട് ഞാൻ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇന്ന് പായസം ഉണ്ടാക്കാം, പാലട പായസം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അത് ഉണ്ടാക്കണമല്ലോ, എപ്പോൾ ഉണ്ടാക്കും ചിന്തിച്ചിട്ട് ഞാൻ നേരത്തെ കാലത്ത് നീറ്റ് പോയി. ഉറക്കം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. മറ്റേ ഞാൻ വന്നാൽ വിട്ടിട്ട് വാഴത്തണ്ട് പോലെ കിടന്ന ഒറ്റ ഉറക്കാക്കാരം നീക്കത്തില്ല. 5 മണിയൊക്കെ ആകുമ്പോൾ നീക്കുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല സുഖമാണ്, ഷിഫ്റ്റിന് പോകാൻ വേണ്ടി നല്ല സുഖമാണ്. പക്ഷേ എൻ്റെ എല്ലാം വീഡിയോ എടുക്കലും എല്ലാ കാര്യങ്ങളും മുടങ്ങിക്കിടക്കും. പക്ഷേ നമുക്ക് അങ്ങനെ മുടക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിന്ന് പായസം ഉണ്ടാക്കാൻ വേണ്ടി നീറ്റിക്കാണ്. അപ്പം എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എയർപോർട്ടിൻ്റെ ലോഞ്ചിൽ നിന്ന് എനിക്ക് ഒരു ബർത്ത്ഡേ ട്രീറ്റ് പോലെ തന്നിരുന്നു കേട്ടോ. അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. Happy birthday to you. Happy birthday Shinja. Happy birthday to you. Happy birthday to Shimna. Happy birthday to you. ഫസ്റ്റ് അവനോന്ന് തന്നെ കഴിയും. ഓ സെൽഫി ആയിരുന്നു. എനിക്കില്ല സെൽഫി. ഇൻവെർട്ടറാ. അപ്പോൾ ഇതാണ് എനിക്ക് ലോഞ്ചിൽ നിന്ന് ട്രീറ്റ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ട് അതിൻ്റെ മുമ്പ് എനിക്ക് ലോഞ്ചിലത്തെ ട്രീറ്റ് മാത്രമല്ല, അത് എനിക്ക് വേറൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടെ തന്നിട്ടുണ്ട്. വെയിറ്റ് ഞാൻ കാണിച്ചു തരാവേ. സോ ഗൈസ്, ഇതാണ് സർപ്രൈസ് ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഈ ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇത് മമ്മി എനിക്ക് തന്ന ഗിഫ്റ്റാണ്. ഞാൻ മമ്മ ഇപ്രാവശ്യം ഗിഫ്റ്റ് തരുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം മമ്മ എനിക്ക് 2 ദിവസം മുമ്പ് വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ സർപ്രൈസ് ആയിട്ടാണ് വണ്ടിയൊക്കെ വിളിച്ചിട്ട് തരണമെന്നൊക്കെ വിചാരിച്ചാണ്. മെയ് 5 പക്ഷെ നടക്കില്ല. കാരണം വണ്ടി വിളിച്ച് തന്നാൽ അങ്ങനെ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്രാവശ്യം ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നൊന്ന് ഗിഫ്റ്റ് ഇപ്രാവശ്യം ഗിഫ്റ്റിനാരക്കാരൻ ഞാൻ എപ്പോഴൊക്കെ വീട്ടിൽ പോകുന്ന സമയത്ത് അപ്പം തെരിയക്കാരെന്ന് വിചാരിച്ചു. അങ്ങനെ മമ്മ ബർത്ത്ഡേക്ക് 12 മണിക്ക് കറക്റ്റ് 12 മണിക്ക് വിളിച്ചപ്പോൾ ഞാൻ മമ്മനോട് ചോദിച്ചു, മമ്മ ബർത്ത്ഡേ വിഷ് മാത്രമുള്ളൂ, വേറെ ഒന്നും ഇല്ലേ ചോദിച്ചു. അതിൽ ഇപ്രാവശ്യം ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നു. പെട്ടെന്നാണ് ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക് വരുന്നത്. അപ്പം ഞാൻ കുറച്ച് സാധാരണ എപ്പോഴും ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടാണ് എനിക്ക് കിട്ടാറ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വലിയ പുതുമൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ അത് ഞാൻ പെട്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ കിട്ടിയപ്പോൾ ഒരു സന്തോഷമായിട്ടോ. അപ്പോൾ ഞാൻ മിക്കവാറും അമ്മേനെ ചുരിദാർ അടിച്ചു മാറ്റി കൊണ്ടുവരാറുണ്ട്. അപ്പം അമ്മ നല്ലൊരു ചുരിദാർ കണ്ടപ്പോൾ എനിക്ക് എടുത്ത് തന്നിക്കുകയാണ് കേട്ടോ. ഇനി അമ്മേൻ്റെ ചുരിദാർ അടിച്ചു മാറ്റുന്നത് വെച്ചിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനല്ല. അപ്പോൾ എന്തായാലും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പായസം ഉണ്ടാക്കാൻ പോകാം. ഇനി ടൈമില്ല ഗൈസ്. അപ്പോൾ ഞാൻ പാലട പായസം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. പാലട പായസത്തിന് മിക്സ് മേടിച്ചിരിക്കുകയാണ്. ഇത് അത്യാവശ്യം കുറേ മിക്സ് ഉണ്ട് കേട്ടോ. ഇത്ര മിക്സൊന്നും എനിക്ക് ആവശ്യമില്ല, ചെറിയ പാക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ പാലട പായസമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പണ്ടെങ്ങാണ്ട് ഞാൻ എപ്പോൾ ഒന്ന് ഉണ്ടാക്കി ഓർമ്മ ഉണ്ടാകും. ഓർമ്മ വെച്ചിട്ട് നമുക്ക് സ്റ്റെപ്പായിട്ട് പാലട പായസം ഉണ്ടാക്കാം. ഇത്ര മായം ചേർത്താൽ മതി. ബാക്കി നമുക്ക് പാൽ തിളപ്പിച്ചിട്ട് പാലട മിക്സ് ഇട്ടിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. ഗൈസ്, ഇന്ന് നമ്മൾ ഇന്നോണ്ട് ബർത്ത്ഡേ പായസമൊക്കെ വെക്കുകയാണെങ്കിൽ അക്ക വെട്ടിട്ട പാലട കിവിയല്ല, സപ്പോട്ട, ചിക്കു സപ്പോർട്ട് സപ്പോർട്ട് ആയിരുന്നു.
എടി സപ്പോർട്ട കൊടുത്തില്ലടി, എന്നെ പറ്റിച്ചു. അരിയുടെ ഉള്ളിലേക്ക് വെക്കും. എത്ര ദിവസം? 2 ദിവസം. ഒരു ദിവസം. പിന്നേക്കുള്ള 2 ദിവസം. ഞാൻ ഇന്നൊക്കെ ജ്യൂസ് അടിക്കാൻ വേണ്ടി മേടിച്ചതല്ലേ. മൂഞ്ചി പോയി ഗൈസ്. ഈ പാളപ്രഥമ മേടിച്ച സമയത്ത് ഇൻസ്റ്റാമാർട്ടിൽ ഒരു ഇത്ര പൈസൻ്റെ ഉള്ളിൽ മേടിച്ചാലുള്ള നമുക്ക് ഫ്രീ ഡെലിവറി ഉണ്ടാകാം. അപ്പം ഞാൻ ഇത് മാത്രം പാലും ഇതും മേടിച്ചപ്പോൾ ഫ്രീ ഡെലിവറി കിട്ടിയില്ല. അപ്പോൾ അതിനോട് എക്സ്ട്രാ എന്തെങ്കിലും മേടിക്കണം. ഞാൻ ഫ്രൂട്ട്സ് തപ്പി. ഫ്രൂട്ട്സിന് ഞങ്ങൾക്ക് ചിക്കു കിട്ടി. അപ്പോൾ ചിക്കു എനിക്കിഷ്ടമാണ്. ചിക്കു ഷേക്ക് എനിക്കിഷ്ടമാണ്. അത് ഉണ്ടാക്കാൻ ഇച്ചിരി മേടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ പറ്റിച്ചു. ഈ ചിക്കു പച്ചായിട്ടിരിക്കുന്നത് ഒന്നും ഞങ്ങളുടെ പോലും ഇല്ല. അപ്പോൾ അതെങ്ങനെ ജ്യൂസ് അടിക്കാനൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ അവിടെ കോഫി പൗഡർ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കോൾഡ് കോഫി ഉണ്ടാക്കിയാലോ എന്ന്. അതെങ്ങനെ ഉണ്ടാവും? ഇതിനുണ്ടാക്കിയാൽ പിന്നെ ഇത്രേ പണിയുള്ളൂ. അടിക്കുക, കുടിക്കുക. എന്താ സാധനം പറയാ? കോഫിയുടെ എന്തൊക്കെയുണ്ട്? പാല്, കോഫി, കോൾഡ് കോഫി ഉണ്ടാക്കിയാണ് കുട്ടി. അത് തണുപ്പില്ല. ബ്രൂ അല്ല അപ്പൊ നീ ഉണ്ടാക്കിയത്? ബ്രൂ അല്ല, ഇവളുടെ കാപ്പിപ്പൊടി ഇട്ടേ അല്ല, അതിനൊരു പാക്കറ്റ് ഇട്ടോളടി ഞാൻ. അപ്പോൾ നമ്മളെ പാല് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാലിട മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. പാലിൻ്റെ എത്രയും മിക്സ് ചെയ്തപ്പോൾ എനിക്കറിയില്ല. ഞാൻ നല്ല പൊട്ടി കൊടുത്തു. എന്താവുന്ന അവസാനം കാണാം. ഗൈസ്, എൻ്റെ പായസം അവസാനം ഇങ്ങനെ ആയിട്ടുണ്ട് ഗൈസ്. ശരിയായി ഞാൻ എൻ്റെ ഒരു വിശ്വാസം. സോ ഗൈസ്, ഞാൻ പായസം ഒരു മുക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ, ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ്, ഇതാണ് മമ്മ മേടിച്ചത് ചുരിദാർ. ഒരു മസ്റ്റാർഡ് യെല്ലോ പോലത്തെ കളറാട്ടോ. എനിക്കിഷ്ടമായി മസ്റ്റാർഡ് യെല്ലോ. ഞങ്ങൾക്ക് യെല്ലോ ഡ്രസ്സുകൾ ഇടാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ചുരിദാറാണ് മമ്മ മേടിച്ച് നിൽക്കുന്നത്. ഇതിന് പാൻറ്റും ഉണ്ട്. ഷാളില്ല, ഷാൾ സെപ്പറേറ്റ് ഇടേണ്ടി വരും. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം ഞാൻ മാറ്റട്ടെ കേട്ടോ. ആദ്യം മാറ്റിയിട്ട് നമുക്ക് പായസം കുടിക്കാം. അപ്പം ഞാൻ ഒരുങ്ങാൻ പോട്ടെ ഗൈസ്. സോ ഗൈസ്, ഇതാണ് ഡ്രസ്സ് പറഞ്ഞത് കേട്ടോ. കണ്ടോ, സിമ്പിളായൊരു ടോപ്പ് മാത്രമാണ്. ഇതിന് ഞാൻ സ്പെഷ്യലായിട്ട് ഷാള് കൊടുത്തിട്ടില്ല. കാരണം മാച്ചിങ് കൊണ്ടുവരാൻ ഞാൻ റൂമിലാണല്ലോ നിൽക്കുന്നത്, വീട്ടിലല്ലല്ലോ. അപ്പോൾ ഈ ഷാള് ഏകദേശം ഞാൻ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ചുരിദാറാണ് മമ്മ എനിക്ക് തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത് നമുക്ക് പായസമൊക്കെ വിളമ്പിയിട്ട് കുടിക്കണ ആ പരിപാടിയിലോട്ട് കിടക്കാം ഗൈസ്. ഇതും പറഞ്ഞിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് ഉറങ്ങാൻ പോയിട്ടോ. ആ ഉറങ്ങാൻ പോയ പോക്കിലാണ് എനിക്ക് സർപ്രൈസ് ഒരുക്കിയത് വരും. പായസം തടി. അയ്യോ സോറി. പായസം നന്നിട്ട് ഉറങ്ങടി. കത്തിച്ചത് ഒരു മൈ ഗോഡ്. പഠിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കഴിഞ്ഞു. ടു യുവിന്റെ സൗണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു ഇന്നു. ഞാൻ ക്ലാസ് പഠിച്ച ഫോൺ എടുത്തു. എന്താ സൈലന്റ് ആയിരിക്കണല്ലോ. ആനൊക്കെ പോ.
എന്റെ ഫോൺ പിടിക്കും. വാ. ഒന്ന് പോസ്റ്റ് ചെയ്യട്ടെ. അയ്യോ അവസാനം വിചാരിച്ചു മേടിച്ചതോടി എന്തോടി എന്റെ മീൻ മേടിക്കണ പോലെ അവളത്. ആടീതാ മറ്റേ സാധനം എയറിൽ പറഞ്ഞിട്ട് കത്തുന്ന സാധനം. ആ പറക്കല്ലേ അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നോക്കിയപ്പോ അതൊക്കെ കണ്ടുള്ളൂ. എനിക്കറിയില്ലേ കപ്പ എന്തോ സാധനം കിട്ടി എടുത്ത് അതന്നെ അവസാനം വിഷമിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയതാ. ആടി ഇതിങ്ങനെ കത്തും. എന്റെ ഭൂമി എവിടെ? ലൈറ്റ് ഓഫ് ആക്കി എല്ലാം ലൈറ്റ് ഓഫ് ആക്കും. കൊള്ളാം. നോക്കടി നോക്കടി രസമുണ്ട് വേനക്ക്. ഗായ്സ് എന്തൊക്കെയോ കറങ്ങുന്നു. നമുക്കിത് കുത്തിക്കിടന്നു ഇത്ര കാലായി ഇവിടെ വന്നിട്ട് ഇതുവരെ ലൈറ്റ് അറിയില്ലാന്ന്. എടുക്കട്ടെ. ആ ഫാൻ കിട്ടാളെ എന്തൊരു ചൂടാണ് സൗണ്ട് കേൾക്കില്ല. കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ ആളായി. എടി ഇത് ഞാൻ കണ്ടടി. ഇത് കൊടുത്തത് ഞാൻ കണ്ട സാധനം ഇവള്. മേടിക്കണം വിചാരിച്ച് മേടിച്ചില്ല. എന്നൊക്കെ എപ്പോഴും പൂക്കിയ. പുക്കി 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 പുക്കി. അവൾക്ക് ഉമ്മ കൊടുത്തപ്പോ ഇത് തെളിഞ്ഞ്. അത്ര നേരം കത്താതിരുന്ന അറിയാനുള്ള സാധനല്ലേ പോസിറ്റീവ് അടിച്ചിട്ടോ. പറ്റി ഞാൻ അടുത്തത് എന്തൊക്കെയോ ഉണ്ടല്ലോ ചായ കുടിക്കാൻ. ചായ കുടിക്കാൻ കപ്പില്ലാത്ത അതെ. ഇനി കപ്പ് വേണമെന്ന് പറയരുത്. ഫാൻ്റെ കപ്പ് എടുത്തു മച്ചു ഇതിൽ ഞാൻ ചായ കുടിച്ച് മരിക്കും. ഞാൻ എപ്പോഴും ആലോചിക്കണേ പക്ഷെ എന്റെ കപ്പ് മാത്രം ചെറുതിക്ക് ചായ കുറച്ച് കിട്ടാനുള്ളൂ. പിന്നെ ഏറ്റവും വലുതന്റെ കപ്പ്. ഇനി അവൾക്ക് മാത്രം വേണ്ടി ഒരു ചായ ഇനി എനിക്ക് മാത്രം കുറെ ചായ ബാക്കി ആർക്കില്ല. വേണ്ട ഞങ്ങൾ ആദ്യം കണ്ടോ കൊടുത്തിട്ടിരുന്ന അച്ഛൻ്റെ കിട്ടുന്ന മോശമല്ല. വാവ് അതെന്താ? എന്തുവാ കമ്മൽ. ഇതാരാ? അഴക് അല്ലോളം ഇത്ര തോരം മേടിച്ചതാ. അതെന്താ അറിയോ, ഞാൻ പുറത്തു പോയി. ഓള് പോയി ഞാൻ വീട്ടിലായിരുന്നു. വീട്ടിൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇൻസ്റ്റാമാർട്ട് ഞങ്ങൾ ഇവിടെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടില്ലേ അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഒരുക്കി കൊണ്ടുവന്നതാ. ആള് വന്നത് ഓക്കേ ഓക്കേ. അയ്യോ പ്ലാനിങ് എപ്പോഴും എന്താ രണ്ടാഴ്ച മുമ്പ് രണ്ടാഴ്ച അഞ്ചാം പറയാനോട് എല്ലാരും. പക്ഷെ ഞങ്ങൾ ഇന്നലെ ചടപടേ അല്ലേ നല്ല മണം. ഇപ്പൊ മനസ്സിലായി ഇന്നലെ സ്പ്രേ മേടിച്ചോളൂ കുളിക്കാറില്ല. ഇല്ല ഞാൻ മണം പുതിയ സ്പ്രേ കഴിഞ്ഞു. അനക്കുള്ളമ്മ ഇത് കഴിഞ്ഞു. നല്ല മണം. ആടി അവിടെ വെച്ചോട്ടോ അത്. നമുക്ക് ഷേക്ക് അടിക്കാം രണ്ടും. വേണ്ട എനിക്ക് ഒരു കസം തന്നാൽ മതി. നീക്ക് തരില്ല. അത് നിനക്ക് ഇത് മറ്റേ ദേഷ്യം വരുമ്പോ ദേഷ്യം വരുമ്പോ തിരിച്ചിട്ടാ മതി. ഇപ്പൊ ദേഷ്യത്തിലാ. പ്രതീക്ഷിച്ചില്ല വേണ്ട അപ്പൊ സന്തോഷം. ഞാൻ സന്തോഷത്തില്ല കുഴപ്പമില്ല. ഇനി എനിക്ക് എത്രയൊക്കെ വയസ്സായത്. ഹായ്. എന്താണ് പറയാനുള്ളത്? ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം. എന്തൊക്കെയോ ഉണ്ട് എനിക്ക് അറിയായിരുന്നു. അത് എനിക്ക് എന്താ അറിയോ, എനിക്ക് എപ്പോഴും സർപ്രൈസ് കിട്ടുമ്പോൾ സർപ്രൈസ് കിട്ടാറില്ല. അതെന്തറിയോ,
ബർത്ത്ഡേ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാൻ അങ്ങനെ അറിയാൻ ശ്രമിക്കും. നാളെ കൊടുത്താൽ മതി അവൾക്ക്. ഈ കേക്ക് ഞാൻ ഫ്രിഡ്ജ് കണ്ടില്ല, അത് പാടില്ല. ഞാൻ ഫ്രിഡ്ജ് തുറന്നില്ല, ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ടേ ഇല്ല, തണുത്തോളം വെച്ചിട്ടില്ലല്ലോ, ഞാൻ തുറന്നിട്ടേ ഇല്ല. എന്തോ ഉണ്ടെന്ന് അറിയായിരുന്നു, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് എന്താ അറിയോ, ഒരൊറ്റ ഒന്നായിരിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചത്, 3 ആവും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതാണ് സന്തോഷമായി. സത്യം പറഞ്ഞാല് ഞാന് കരഞ്ഞു, കണ്ണു കുത്താനുള്ള പോയിട്ട്. അങ്ങനല്ല, ഞാന് കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രത്തോളം ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ കിട്ടി കേക്ക് മുറിച്ചിട്ട് ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അതെ, അതാണ് ആ മോക്കൊന്ന് കണക്ക് കേക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. മുറിച്ചിരുന്നെങ്കിൽ അവൻ തിന്നി അല്ലല്ല, ആ കത്തി നോക്കി നോക്കി പൊട്ട് വേണമെന്ന് പറഞ്ഞിട്ട് 2024 മെയ് 5 ആശുപത്രിയിലൊരു കച്ചറുണ്ട്. ചിന്ന ഷെറിന്റെ ആയിരുന്നു അത്. അല്ല, ഒരു കുട്ടി ഉണ്ടായി, പേരപ്പെട്ടിട്ടില്ല. ഒരു കുട്ടി ഉണ്ടായി. അപ്പോഴാണ് അത് ഇവളായിരുന്നു. അത് ഞാനായിരുന്നു. ഞാൻ ഇങ്ങനെയല്ലായിരുന്നു, ചെറുതായിരുന്നു. എന്റെ മോന്ത വലിയ മോന്ത. ഇപ്പോ ഞാൻ വയസ്സ് വെളിപ്പെടുത്തുകയാണ്, 22 വയസ്സായി. അനക്കെത്ര? 20. അപ്പത്തോൾക്കോ ആവത് എന്ത്? ഈ മെയ് 22 ആവും. ജൂണിൽ 23. ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കട്ടെ. ഒരു തൈക്കളവ് അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇത് 1 2 3 4. എന്ത് ചെയ്യാനായി? ഞാനും ആരും വെറും ദിവസങ്ങൾക്ക് വ്യത്യാസമുള്ളൂ, 5-9. അവിടെ 4 ദിവസം. ഞാനപ്പോ 1 വർഷവും എത്ര മാസവും വ്യത്യാസം. കാണാൻ തള്ളട പോലെ ഇവിടെ ഉണ്ടെന്നെങ്കിലും ചെറുപ്പം അവൾക്ക് അല്ലെങ്കിലും എന്താ പറഞ്ഞ പ്രായം വിളിക്കാണെങ്കിലും ചെറുപ്പം വിളിക്കാറ്. നമ്മളെ ഏറ്റവും കൂടുതൽ പ്രായമായിട്ട് തോന്നുന്നത്. അയ്യോ ഗൈസ്, നിങ്ങൾ പറയൂ ഗൈസ്, ആർക്കാണ് ഇവരെല്ലാം വേറെ സൈഡാട്ടോ, അതുകൊണ്ട് ഇവരെല്ലാം ഒഴിവാക്കിക്കോ. ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണ്. ഇപ്പൊ ഒന്നല്ല, കുറച്ചാൾ കഴിഞ്ഞ്. ഞാൻ തുടക്കത്തിലേ പറയുന്നത് നേരെ നിങ്ങളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് പ്രമോഷൻ ഇങ്ങനെ കട്ട് ചെയ്യൂ, കട്ട് ചെയ്യൂ. ഞാൻ ഒരു യൂട്യൂബ് ആകാം, ഞാൻ അങ്ങനെ വെക്കാൻ പോകുന്നു. എന്റെ പിറന്നാൾ കഴിഞ്ഞു, ഗിഫ്റ്റ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്ത കൊല്ലം മെയ് 5. അടുത്ത കൊല്ലം ഞങ്ങളെല്ലാവരും സെപ്പറേറ്റ് ആയിരിക്കും. അതെ, ഞങ്ങൾ ഈ കൊല്ലൊക്കെ ഇവിടെ, ഈ കൊല്ലം തന്നെ മുഴുവൻ ഇവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഓക്കെ, കൂടി കൊടുത്താൽ വായിക്കില്ല, നല്ല ടേസ്റ്റ്. അങ്ങനെയല്ല, മധുരം തിന്നില്ല, അപ്പൊ ഒരു എരിവ് കിട്ടിയ പോലെ തോനെ തിന്നിട്ടുണ്ടല്ലോ. ക്യാമറ തുറന്നു വെച്ച് വർത്താനം പറയാത്തതുകൊണ്ടാണ്. തൊള്ള തുറന്ന പറയാറില്ല. വീണ്ടും സന്ധിക്കുമ്പോ ഒരു ലോങ് വീഡിയോ ആയിരിക്കും ഇത്. അതെ, അടുത്ത വീഡിയോ അങ്ങനെ പറയുന്നത് നിർത്തി പോയിക്കോന്ന്. അപ്പൊ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ.